ഹായ്, വെൽക്കം ടു സീറോ ടു ഹീറോ. എന്നും ഒരേ ടേസ്റ്റ് ആയിട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇതൊരു മുട്ട ബീൻസ് തോരനാണ്. നിങ്ങൾക്കും വേണ്ടേ ഒരു മാറ്റം എന്ന് പറയുന്നത് പോലെ എന്നും ഒരേ ബീൻസ് തോരൻ. ഈ തോരനും വേണ്ടേ ടേസ്റ്റിനൊരു മാറ്റം? വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതാ കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള ബീൻസാണിത്. കഴുകുക എന്ന് പറഞ്ഞത് ഒരു അരമണിക്കൂർ മുന്നേ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ അടിപൊളിയായി കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ടുള്ള സാധനമാണിത്. ഇനി ഒരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക് പൊട്ടി പൊരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു 5 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണിത്. അതും കൂടി അങ്ങോട്ട് ചേർത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യം പച്ചമുളകാണ്. ഇതുപോലെ വട്ടത്തിലോ നീളത്തിലോ എങ്ങനെയാച്ചാൽ അരിഞ്ഞ് ചേർത്തോളി. ഞാൻ ഇവിടെ 2 എണ്ണം ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് അതൊക്കെ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കറിവേപ്പ്, ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറാകൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീൻസും കൂടെ 1/2 കപ്പ് തേങ്ങ, അതൊരു ചെറിയ അരമുറി തേങ്ങയാണ്, അതും കൂടെ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത് ചെറിയ ആ കനലിൽ കിടന്നിട്ട് ആക്കം പോലെ കത്തി വെന്ത് വരേണ്ട സാധനമാണ്. ഇതുപോലെ അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ തുറന്ന് വെച്ച് വീണ്ടും ഇതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഹാഫ് വേവായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ആവശ്യം മുട്ടയും കൂടെയാണ്. പക്ഷേ ഇത് വെന്തിട്ടില്ല. ഒന്നും കൂടെ അടച്ച് വെച്ച് ഇതുപോലെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം വെന്ത് പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട, അതുപോലെ കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം, അത് ടേസ്റ്റ് അങ്ങനെ കയറി വരണ്ട, കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇത് നന്നാക്കി മിക്സാക്കി കൊടുക്കുക. ഇത് നമ്മളെ സാധാ തോരൻ്റെ ടേസ്റ്റിൽ നിന്നും ഒന്നും കൂടി ടേസ്റ്റ് കൂടിയൊരു ലെവൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി അടച്ച് വെച്ച് വേവിക്കുക. ഇത് കുട്ടികൾക്കൊക്കെ ഈ മുട്ടയും കൂടി ഇട്ടാൽ, നമ്മൾ ബീഫ്സും പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഓരോ ട്രിക്ക് ഉപയോഗിച്ച് അവർ കഴിക്കും. അപ്പം ഇത് അടച്ച് വെച്ച് ആ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ കുട്ടികൾക്ക് കൊടുത്തു വിടാനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.